നമസ്കാരം. ഹലോ, ഇത് പമ്പ പോലീസാണ് വിളിക്കുന്നത്. നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് ശബരിമലയിൽ നഷ്ടപ്പെട്ട ഫോണാണ്. ആയതിനാൽ പമ്പ പോലീസ് സ്റ്റേഷനിലേക്ക് വേഗം അയച്ചു തരിക. പമ്പ പോലീസ് സ്റ്റേഷനിലെ സൈബർ ഹെൽപ്പ് ഡെസ്കിൽ നിന്നും പല സംസ്ഥാനങ്ങളിലേക്കും പല ഭാഷയിൽ ഇത്തരം കോളുകൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി നഷ്ടമായ ഫോണുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ ശബരിമല ദർശനത്തിനെത്തിയവരുടെ കൂട്ടത്തിൽ മൊബൈൽ ഫോൺ നഷ്ടമായത് 230 പേർക്കാണ്. ഇവയിൽ 102 പേർക്ക് സ്വന്തം ഫോണുകൾ തിരികെ കിട്ടി. ഇതിനവർ നന്ദി പറയുന്നത് പോലീസിന്റെ ജാഗ്രതയോടുള്ള പ്രവർത്തനത്തിനെയാണ്. തൊട്ടു മുമ്പ് കഴിഞ്ഞുപോയ മണ്ഡല മകരവിളക്ക് സീസണിൽ പുതിയതായി രൂപീകരിച്ച പ്രവർത്തനം തുടങ്ങിയ പോലീസ് സൈബർ ഹെൽപ്പ് ഡെസ്കിനോടാണ്. തീർത്ഥാടകരുടെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണുകൾ കണ്ടെത്താൻ ജില്ലാ പോലീസ് മേധാവി VG വിനോദ് കുമാർ മുൻകൈയെടുത്ത് രൂപീകരിച്ചതാണ് പോലീസ് സൈബർ ഹെൽപ്പ് ഡെസ്ക്. ഹെൽപ്പ് ഡെസ്കിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിലൂടെയാണ് നഷ്ടമായ ഇത്രയും ഫോണുകൾ കണ്ടെത്തി ഉടമകൾക്ക് തിരിച്ചേൽപ്പിക്കാൻ സാധിച്ചത്. പമ്പ പോലീസ് സ്റ്റേഷനിൽ ഹെൽപ്പ് ഡെസ്കിന്റെ ഭാഗമായി ഇന്റർനെറ്റ് കണക്ഷനുള്ള കൗണ്ടർ സജ്ജീകരിച്ച് സ്റ്റേഷനിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും CEIR പോർട്ടൽ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനം നൽകി. ഫോൺ നഷ്ടമായെന്ന പരാതിയുമായി സ്റ്റേഷനിലെത്തുന്ന അയ്യപ്പ ഭക്തരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് മൊബൈൽ ഫോൺ നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളിൽ അവ കണ്ടെത്തുന്നതിന് രജിസ്റ്റർ ചെയ്യാവുന്ന സെൻട്രൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യും. ഉടൻ തന്നെ ആ മൊബൈൽ ഫോൺ ബ്ലോക്ക് ആക്കും. പരാതിക്കാരൻ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു സന്ദേശം എത്തും. ഇങ്ങനെ പോർട്ടൽ വഴി ബ്ലോക്ക് ചെയ്ത ഫോൺ ഏതെങ്കിലും മൊബൈൽ നെറ്റ്വർക്ക് വഴി ഓണായാൽ ആ നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡർ പോർട്ടൽ മുഖേന പരാതിക്കാരനും രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷനിലേക്കും വിവരം കൈമാറും. ആ ഫോണിൽ നിലവിൽ ഉപയോഗിക്കുന്ന നമ്പറിലേക്ക് സൈബർ ഹെൽപ്പ് ഡെസ്കിലെ ഉദ്യോഗസ്ഥർ ഫോൺ ചെയ്തും നോട്ടീസുകൾ അയച്ചും കാര്യങ്ങൾ ധരിപ്പിക്കും. ഇത്തരത്തിൽ സ്റ്റേഷനിലേക്ക് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നും ഈ കാലയളവിൽ അയച്ചു കിട്ടിയത് 102 ഫോണുകളായിരുന്നു. തുടർന്ന് യഥാർത്ഥ ഉടമസ്ഥർക്ക് കൊറിയർ മുഖേന ഇവ അയച്ചു കൊടുത്തു. ഇത്തരത്തിൽ മെയ് മാസത്തിൽ മാത്രം നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 6.5 ലക്ഷത്തോളം രൂപ വില വരുന്ന 25 ഫോണുകൾ കൂട്ടത്തിൽപ്പെടും. പോർട്ടലിലൂടെ ട്രാക്ക് ഫോണുകൾ ഉത്തരേന്ത്യയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മറ്റു ഉപയോഗിക്കുന്നതായി കണ്ടെത്തി. കൂടുതലും ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക സ്ഥലങ്ങളിൽ നിന്നാണ് തിരികെ ലഭിച്ചത്. നഷ്ടപ്പെടുന്ന ഫോണുകൾ അവിടെയുള്ള മൊബൈൽ കടകളിൽ വിൽക്കും. ഇവ മറ്റൊരാൾ വാങ്ങി പുതിയ സിം ഇടുമ്പോൾ പോലീസിന് അലർട്ട് സന്ദേശം ലഭിക്കും. ഏറ്റവും കൂടുതൽ ഫോണുകൾ ട്രേസ് ആയിട്ടുള്ള പ്രദേശങ്ങളായ കമ്പം, തേനി, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ വാങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. റാണി DYSP ജയരാജിന്റെ മേൽനോട്ടത്തിൽ പമ്പ പോലീസ് ഇൻസ്പെക്ടർ CK മനോജിന്റെ നേതൃത്വത്തിലാണ് ഹെൽപ്പ് ഡെസ്ക്, അതായത് സൈബർ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത്. പമ്പ സ്റ്റേഷനിലെ 12ഓളം പോലീസ് ഉദ്യോഗസ്ഥർ മെയ് മാസത്തിൽ സ്പെഷ്യൽ ഡ്രൈവിൽ പങ്കെടുത്തു. പമ്പ പോലീസ് സ്റ്റേഷനിൽ സിവിൽ പോലീസ് ഓഫീസർമാരായ സാംസൺ പീറ്റർ, സൂരജ് R കുറുപ്പ്, S ദിനേശ്, സിവിൽ പോലീസ് ഓഫീസറായ അരുൺ മധു, സുധീഷ് S, അരുൺ R രാജേഷ്, അനുരാഗ്, സജീഷ്, രാഹുൽ എന്നിവരടങ്ങുന്ന പ്രത്യേക സംഘമാണ് സൈബർ ഹെൽപ്പ് ഡെസ്കിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്: ഈ സാധാരണ ലോക്കൽ മൊബൈൽ കടകളിൽ നിന്നും സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ വാങ്ങുന്നവർ ജാഗ്രത പാലിക്കുക. ഒന്ന്, നിങ്ങളുടെ പണം നഷ്ടമാകും. 2, ഫോൺ വാങ്ങിച്ച് അതൊരു സിം ഇട്ട് കഴിഞ്ഞ് ആക്റ്റീവ് ആയാൽ തന്നെ ഇത് ആരെങ്കിലും വിറ്റ ഫോണായിരിക്കും. ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത് ആരെങ്കിലും വിറ്റ ഫോണാകാം, അല്ലെങ്കിൽ ഇതുപോലെ മോഷ്ടിച്ചോ അങ്ങനെയൊക്കെ വരുന്ന ഫോണുകളാകാം. അത് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടമുണ്ടാകുന്നത്. അതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ വാങ്ങുമ്പോൾ കഴിവതും ഓതറൈസ്ഡ് ആയിട്ടുള്ള കടകളിൽ ചെന്ന് മാത്രം ഫോണുകൾ വാങ്ങാൻ താല്പര്യപ്പെടുക. കൂടുതലും സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ ഒഴിവാക്കി ഫസ്റ്റ് ഹാൻഡ് ഫോണുകൾ വാങ്ങുക. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.